നമ്മുടെ ഒരു ടീം അവിടെ ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ അടിയിലുണ്ടാവും 153 മീറ്റർ രീതിയിൽ റെയിൽവേ ട്രാക്കും സ്റ്റേഷനും പണിതൊക്കെയാണ്. സ്വാഭാവികമായും അവിടുന്ന് ബോഡി താഴെ പോയി കഴിഞ്ഞാൽ ഗ്രില്ലുണ്ട്. ഈ ഗ്രില്ലിൻ്റെ ഇടയിലൂടെ പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഗ്രില്ലടച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രതീക്ഷ എന്താണ്? ഈ ഗ്രില്ലിനകത്തുണ്ടാവും. ആ ഗ്രില്ലിനകത്ത് ഓടിയെ തപ്പുക എന്നുള്ളതായിരുന്നു. അതിനാണ് സ്കൂബ ഡൈവിങ് അവരും ഇവരും എല്ലാം പരിശ്രമിച്ചത്. അപ്പോഴാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് മേലിലുള്ളതല്ല വേഗത, അടിയൊഴുക്കാണ്. ആണ് സാധാരണ പറയുന്നത് അടിയൊഴുക്ക്. അവിടെ വരുന്ന ചലനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അടിയൊഴുക്കറിയാതെ എന്ന് പറയുന്നത് ഏത് ജീവിതത്തിൽ പോലും അടിയൊഴുക്കുണ്ടാകും. അപ്പോൾ അടിയൊഴുക്ക് എന്ത് ചെയ്തു? ഗ്രില്ലിൻ്റെ അടിയിൽ കൂടെ പോവാണ്. ഈ ഗ്രില്ലിൻ്റെ അടിയിൽ ഫോഴ്സിൽ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ അടിയിലൂടെ ഗ്രില്ലിൻ്റെ അടിയിലൂടെ ബോഡി ഒഴുകിപ്പോയി. ഇനി മരണപ്പെട്ടാൽ 2 ദിവസം കഴിയാതെ ബോഡി സാമാന്യമായിട്ടുള്ള തത്വമാണ്. അതെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മുകളിൽ പൊങ്ങില്ല. ഇത് ബോഡി മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ സാവധാനം വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങൂ. അത് ശരി, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇനി ഇവിടെ കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. ഇത് അപ്പുറത്ത് മറ്റേ കായലിൽ നമ്മൾ 17 സ്ഥലത്ത് ഈ ഫിഷർ വെച്ചിട്ടുണ്ട്, മാലിന്യം ട്രാപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഇന്നലെ രാത്രി നമ്മൾ ഈ ശക്തമായ ഒഴുക്ക് തുടരുമ്പോൾ തന്നെ നമ്മളെല്ലാ ഈ നഗരസഭാ പരിധിയിലുള്ള എല്ലാ വാർഡുകളിലെയും നമ്മുടെ തൊഴിലാളികൾക്ക് ഇൻഫോർമേഷൻ നമ്മൾ കൊടുത്തു രാത്രി തന്നെ. കാരണം അവർക്ക് ഈ പ്രാദേശികമായി ഇത് വരുന്ന ഒഴുക്കിനെ പറ്റിയിട്ട് അവർക്കറിയാം. അങ്ങനെ നമ്മുടെ 2 കണ്ടിജൻറ്റ് സ്റ്റാഫാണ് രാവിലെ കാണുന്നത്. അപ്പോൾ അവർ ഇന്നലെ രാത്രി മുതൽ തന്നെ ഫയർഫോഴ്സിൻ്റെയും പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരും പരിശോധനയിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു കോർപ്പറേഷൻ ജീവനക്കാരൻ പറഞ്ഞത് പഴവങ്ങാടി ഒരു ഹോളുണ്ട് താഴോട്ട്, അവിടെ പെട്ടുപോയാൽ ഫ്രിഡ്ജ് അതുണ്ട് എന്ന് അയാളാണ് പറയുന്നത്. അവർക്കറിയാം, അവർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അയാൾ പറയുകയാണ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിശോധന നടത്തണമെന്നുള്ളത്തേക്ക് എത്തിയിരുന്നു വൈദ്യുതി. അന്ന് മേയർ തന്നെ നോക്കിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെല്ലാം പിന്നെ ആലോചിക്കുമ്പോഴാണ്, അതിൻ്റെ വർക്കിലേക്ക് പോകുമ്പോഴാണ് ഇന്നിപ്പോൾ കിട്ടിയത്. നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് വേണം കിട്ടിയെന്ന് കരുതാൻ. ഇത് ഇപ്പോഴത്തെ കായലിറങ്ങിയിരുന്നെങ്കിൽ ഇനിയും 2 ദിവസം എടുക്കും. ഇത് നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് തന്നെയാണ്. പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അതൊക്കെ സാധാരണഗതിയിൽ വരുന്നത്. അതൊന്നും നമുക്ക് വേദനയുടെ നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ നന്മയാണ് പ്രശ്നം. നമുക്ക് നന്മയുണ്ടായാൽ മതി. എല്ലാ വിമർശനങ്ങളും നമ്മൾ ആ നിലയിൽ എടുക്കണം.